പാതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സംഭവത്തിൽ പ്രാഥമിക വിവരശേഖരണം നടത്തി ഇഡി. ബാങ്ക് അക്കൗണ്ടുകൾ ഇഡി പരിശോധിക്കും. അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. അറസ്റ്റിന് മുമ്പ് പണം തിരികെ നൽകുമെന്ന് അനന്തകൃഷ്ണൻ ഉറപ്പു നൽകുന്ന വീഡിയോ പുറത്തുവന്നു. 300 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 25,000 കോടി രൂപ CSR ഫണ്ട്. ഇത് നമ്മുടെ പ്രോജക്റ്റിൽ അല്ലോട്ടോ ചെലവഴിച്ചേക്കുന്നത്. ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വിവിധ ഗവൺമെന്റ് പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവർ നേരിട്ടോ ചെലവഴിക്കുന്ന സാഹചര്യം നിലനിൽക്കെ ഇത്തരം നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സന്നദ്ധ സംഘടനകളിലൂടെ കേരളത്തിലേക്ക് അത് കൂടുതലായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം അത് കഴിഞ്ഞ ജൂൺ മാസം മുതലേ ആരംഭിച്ചു വന്നതിനിടയിൽ സംഘടനാ തലത്തിലുണ്ടായിട്ടുള്ള ചില പാളിച്ചകളും ചില പിണക്കങ്ങളും അതുകൂടാതെ ഈ ഒരു പ്രോജക്റ്റ് നടത്തരുത് എന്ന ലക്ഷ്യത്തോടു കൂടി സ്വാർത്ഥ താല്പര്യക്കാരും ചില ഉദ്യോഗസ്ഥരുമൊക്കെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു പിന്നിൽ നിന്നുള്ളൊരു കുത്തൽ അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അതിനെ അതിജീവിച്ച് തന്നെ മുമ്പോട്ട് നിൽക്കുകയാണ്. പരമാവധി അപേക്ഷകർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങൾ പോസിറ്റീവായി മുമ്പോട്ട് പോകുന്നു എന്ന അറിയിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടലിലൂടെ തന്നെ അതിൻ്റെ വർക്കിംഗ് പാറ്റേൺ നീങ്ങുന്ന വിവരം ഒരു മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ പോർട്ടലിലൂടെ കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു CRM സൗകര്യം, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സൗകര്യവും അതുകൂടാതെ ഓഫീസിൽ നേരിട്ട് കാണുവാൻ ആഴ്ചയിൽ 1-2 ദിവസം സമയം വ്യവസ്ഥ ചെയ്ത് കാണുവാനുള്ളൊരു ക്രമീകരണം ചെയ്തുകൊണ്ട് പോകുന്നു. ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് കമ്പനികളൊക്കെ ആയിട്ടുള്ള ഒത്തിരി വർക്കുകൾ തീർക്കേണ്ടത് എന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിൽ കൂടി പോകേണ്ടി വരുന്നതുകൊണ്ടും ഞാൻ തന്നെ നേരിട്ട് പോയി സംസാരിക്കേണ്ടെന്ന ഞാൻ തന്നെ നേരിട്ട് പോയി ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ എനിക്ക് സ്വസ്ഥമായി ഓടുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് മറ്റൊരു സൈഡിൽ ഇത്തരം ഫണ്ടുകൾ സമാഹരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് ചെറുതും വലുതുമായ ആനുകൂല്യങ്ങളായിട്ടോ സേവനങ്ങളായിട്ടോ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമല്ല ഈ ഒരു കാര്യത്തിന് പരിഹാരം. പരാതികളോ അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇതിന് പരിഹാരം. ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ പകുതി തുക അടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ചേർത്തുകൊണ്ടുള്ളൊരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ വലിയ കഷ്ടപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള വിഹിതം അടച്ച് ഒരു വലിയ കാലതാമസം നിങ്ങളിപ്പോൾ കാത്തു നിന്നിട്ടുണ്ട്. ഒരു ചുരുങ്ങിയ സമയം കൂടി സഹകരിക്കുവാൻ എല്ലാ അപേക്ഷകരോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അധികം വൈകാതെ വിതരണത്തിൻ്റെ ഒരു ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൻ്റെ ഘട്ടത്തിലോ നിങ്ങളെ നേരിട്ട് കാണുവാൻ കഴിയും. തുടർന്ന് വരുന്ന പരമാവധി വിതരണ പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ വിധത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീമിൻ്റെ ദിവസങ്ങളോളമുള്ള രാവും പകലുമില്ലാത്ത അധ്വാനം ഇതിൻ്റെ പുറകിൽ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിൻ്റെ പുറകിലുണ്ട്. അതിനാൽ ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇതായിരുന്നു അനന്തുവിന്റെ വീഡിയോ ദൃശ്യങ്ങൾ. അതായത് ഈ വിഷയം വിവാദമായതിനു ശേഷവും ഈ പണം നൽകിയവർക്ക് ആ വസ്തുവോ സേവനമോ ഉറപ്പാക്കുകയാണ് ഈ ദൃശ്യങ്ങളിലൂടെ അനന്തു ചെയ്യുന്നത്. തട്ടിപ്പിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും പരാതി ലഭിച്ചിട്ടുണ്ട്. 48 പേർക്ക് വടക്കാഞ്ചേരിയിൽ പണം നഷ്ടമായി എന്നാണ് പ്രാഥമിക വിവരം. വടക്കാഞ്ചേരി നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ ബുഷറ റഷീദിനെതിരെയും പരാതിയുണ്ട്. 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന പ്രതിയുമായി നേരിട്ട് ബന്ധമുള്ള അനന്തകൃഷ്ണൻ്റെ വടക്കാഞ്ചേരി ശാഖയിലെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഡയറക്ടർമാർ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളുമാണ്. അപ്പോൾ ആളുകൾക്ക് 50% സബ്സിഡിയിൽ നിർധനരായിട്ടുള്ള വനിതകൾക്ക് ഡിജിറ്റൽ ഡിവൈസുകളും സ്കൂട്ടർ ഉൾപ്പെടെ 50% സബ്സിഡിയിൽ നൽകുമെന്ന് പറഞ്ഞ് വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപകമായി പണപ്പിരിവ് നടത്തുകയാണ്. അങ്ങനെ പണപ്പിരിവ് നടത്തി ആളുകളെ പറ്റിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. തട്ടിപ്പിൽ വഞ്ചിക്കപ്പെട്ടു എന്നായിരുന്നു വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദിയുടെ പ്രതികരണം. ഞങ്ങൾ ഇതിൽ വന്ന് പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2010 തൊട്ടിട്ട് ജനപ്രതിനിധിയാണ്. 2006 തൊട്ടിട്ട് സാമൂഹിക ഒരു പ്രവർത്തക കൂടിയാണ്. 2010 ഞാൻ മത്സരിച്ചത്.
അന്ന് മുതൽ പരിചയമുള്ളതാണ്. കുടുംബശ്രീയുടെ RP ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ത്രേസ്യ എന്ന് പറയും. അവരുമായിട്ട് പരിചയമുണ്ട്. പല പ്രൊജക്റ്റുകളും കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് എന്നെ അറിയിക്കാറുണ്ട്. ഞാനത് താഴെ തട്ടിൽ സ്ത്രീകളോട് പറയാറുണ്ട്. അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ അവർ മേടിച്ചെടുക്കാറുണ്ട്. ആ ഒരാൾ തന്നെയാണ് ഒരു 10 മാസം മുന്നേ എന്നെ ഇതേപോലെ എന്നോട് സീഡ് സൊസൈറ്റികൾ മുഖേന 50% സബ്സിഡിയിൽ സ്ത്രീകൾക്ക് ഗൃഹോപകരണങ്ങളും അതുപോലെ തന്നെ 2 വീലർ, മൊബൈൽ ഫോണ്, അവരുടെ മക്കൾക്ക് ലാപ്ടോപ്പും ലഭിക്കുമെന്നുള്ളത് എന്നെ അറിയിക്കുകയാണ് ചെയ്തത്. അത് പ്രകാരം സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിൻ്റെ പരിധിയിൽപ്പെട്ട ആളുകളെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് എടുക്കുകയും അവരെ ഒരു ബോർഡ് ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, നിരവധി പേർ ആണ് പരാതിയുമായി എത്തുന്നത്. വ്യത്യസ്ത സംഘടനകൾ വഴിയാണ് ഈ തരത്തിൽ അനന്തകൃഷ്ണൻ ബന്ധപ്പെട്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുമൊക്കെ ഇതിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് അധികമായി പരാതി എത്തിക്കൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, എന്തായാലും അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപ് വരെ അനന്തകൃഷ്ണന്റെ ആ ഒരു ഗ്യാരണ്ടി അത് നമ്മൾ കാണാതിരിക്കാൻ കഴിയില്ല. കാരണം മാത്രം ആത്മവിശ്വാസത്തിലാണ് അനന്തു തൻ്റെ അപേക്ഷകരോട് പറയുന്നത്. ഇവരിൽ നിന്നും പൈസയൊക്കെ തട്ടിയെടുത്തതിന് ശേഷം അവർക്ക് ഒരു സാവകാശം, അതായത് അവരുടെ പണം തിരികെ എത്തും, ഒരു വാർത്തയായിട്ടോ അല്ലെങ്കിൽ പരാതിയായിട്ടോ മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. പകരം ഇത് എങ്ങനെ നിങ്ങളുടെ പൈസ തിരിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സേവനമാണോ തരാമെന്ന് പറഞ്ഞത് അതെങ്ങനെ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കാം എന്നതാണ് നോക്കേണ്ടത്. അതിന് ഈ ആളുകളുടെ ഒരു സഹകരണം കൂടി അനന്തു ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഫെബ്രുവരി 15-നകം ഈ പ്രശ്നം പരിഹരിക്കും. 4 ദിവസത്തിന് ഉള്ളിൽ തന്നെ പണം തിരികെ നൽകുമെന്നാണ് ഈ മൂവാറ്റുപുഴയിൽ അനന്തുവിനെതിരെ കേസെടുത്തതിന് പിന്നാലെ അനന്തു ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. എന്തായാലും അതിനുശേഷമാണ് അനന്തുവിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഈ അറസ്റ്റ് വന്നതിന് പിന്നാലെയാണ് നിരവധി പരാതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, മൂവാറ്റുപുഴയിൽ തുടങ്ങി ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരും വരെ അവസാനിക്കുന്ന ഒരു പരാതി പ്രളയം തന്നെയാണ് അനന്തുവിനെതിരെ വന്നിരിക്കുന്നത്. ഇതുവരെ എത്ര കേസെടുത്തു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊടുപുഴയിലടക്കം പരാതി വരുന്നുണ്ട്. ഇതിൽ ഒരു ഏറ്റവും പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ഒരു കക്ഷി രാഷ്ട്രീയമന്യം എന്നോണം എല്ലാവരും ഈ അനന്തകൃഷ്ണന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നമ്മൾ നോക്കിയാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കൂടെ നിന്ന് ചിത്രം പോസ്റ്റ് ചെയ്താണ് ഇത്ര വലിയൊരു തട്ടിപ്പിലേക്ക് അനന്തു കടന്നിരിക്കുന്നത്. ഓരോ പരിപാടിയിൽ ഉദ്ഘാടകരായിട്ട് അല്ലെങ്കിൽ പരിപാടി സംഘടിപ്പിക്കും പ്രധാനപ്പെട്ട ഉദ്ഘാടകരായിട്ടൊക്കെ MP-യെയും MLA-യും മന്ത്രിമാരെയും ഒക്കെയാണ് അനന്തു ക്ഷണിക്കുന്നത്. പലപ്പോഴും ഇവിടെ എത്തുന്നത് പോലും അനന്തുവിന്റെ ഇത്രയും വലിയ തട്ടിപ്പ് അറിയാതെയാണെന്നാണ് പലരുമൊക്കെ ഇതുവരേക്കും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും AN രാധാകൃഷ്ണന്റെ ഒരു പത്രസമ്മേളനം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നാണ് ഉറ്റുനോക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയ ഈ പണം നൽകിയവർക്കെല്ലാം ചെക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട്. ആ ചെക്ക് 7 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള തുക അത് തിരികെ കിട്ടുമെന്നാണ് AN രാധാകൃഷ്ണന്റെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത്. ഇന്ന് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് ഉറ്റുനോക്കുകയാണ്. ഒപ്പം ഇപ്പോൾ ലഭിക്കുന്ന പരാതികൾ അനുസരിച്ച് വടക്കാഞ്ചേരിയിലുമൊക്കെ ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. 4 പരാതികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പരാതികളുണ്ട്. പലരും പുറത്ത് പറയാനായി ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പണം തിരികെ കിട്ടുമെന്ന് ഉറപ്പായാൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ആളുകളുടെയും തീരുമാനം. പറവൂരിൽ അടക്കം 1000-ലധികം പരാതികൾ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പോലീസ് ഇവരെയൊക്കെ വിശദമായി മൊഴിയെടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ പരാതികൾ ഇനിയും ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യതയും. അഭിലാഷ്, ഇതിൽ കുറച്ചുകൂടി വ്യക്തത പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സൈൻ വഴിയാണ് AN രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പണം വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഈ പണം അനന്തുവിന് നൽകിയിരുന്നോ? അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ടല്ലോ. ഇന്നലെ നവമി ഈ അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? അവരിൽ പല ചോദ്യങ്ങൾക്കും AN രാധാകൃഷ്ണൻ നേരിട്ട് മറുപടി നൽകും എന്ന് പറയുമ്പോൾ പോലും അതിന്റെ ഭാരവാഹികൾക്ക്, ചുമതലക്കാർക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കുമല്ലോ. വലിയ തോതിൽ പണം പലരിൽ നിന്നായി കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവരും വഞ്ചിക്കപ്പെട്ടതാണോ? ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു നഗരസഭാ കൗൺസിലറിന്റെ പ്രതികരണം വന്നിരുന്നു. ഇന്നലെ ലാലി വിൻസെന്റിന്റെ പ്രതികരണം വരുന്നുണ്ട്. ഇവരൊക്കെ വഞ്ചിക്കപ്പെട്ടതാണോ എന്നതിലൊന്നും വ്യക്തതയില്ല. ഇങ്ങനെ കൈപ്പറ്റിയ പണം അനന്തുവിന് നൽകിയിരുന്നു എന്നതിലൊക്കെ വ്യക്തതയുണ്ടോ നവമി?
അഭിലാഷ്, അതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇന്ന് എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതിലൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ ആളുകൾക്ക് പണം തിരികെ നൽകുന്നു എങ്കിൽ അത് അനന്തകൃഷ്ണന് പണം കൊടുത്തിട്ടില്ല എന്നതല്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പണം കൊടുക്കാത്തത്? അല്ലെങ്കിൽ ഇത്രയേറെ 3-4 മാസങ്ങൾ 6 മാസങ്ങളായി അവരുടെ വാഹനവും അല്ലെങ്കിൽ തയ്യൽ മെഷീനും ഒക്കെ കാത്തിരിക്കുന്നവരുണ്ട്. ഇവർക്ക് എന്തുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് അതൊന്നും കൊടുക്കാൻ കഴിയാത്തതെന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് അവരെ നേരത്തെ അറിയിച്ചില്ല? ഇങ്ങനെ ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധവുമായി പരാതിക്കാർ രംഗത്തെത്തിയപ്പോൾ മാത്രമാണ് ഈ പണം അടക്കം തിരിച്ച് കൊടുക്കാനുള്ള ഒരു നടപടികളിലേക്ക് അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഈ പണം തിരികെ നൽകുവാൻ എന്നൊരു ഘട്ടത്തിലേക്ക് എൻ രാധാകൃഷ്ണൻ അടക്കം കടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയേറെ കാലതാമസം ഉണ്ടായത്? ഈ പണമൊക്കെ എന്താണ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് ഇവരുടെ സേവനം നൽകാത്തത്? അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഇന്നലെ എൻ രാധാകൃഷ്ണന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ അവർ കൃത്യമായ ഒരു ഉത്തരം തന്നിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾ ഇതിനു മുൻപും വർഷങ്ങളായി ഈ ഇരുചക്ര വാഹന വിതരണം അല്ലെങ്കിൽ തയ്യൽ മെഷീൻ ഉൾപ്പെടെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ നൽകുന്നുണ്ട്, അതെല്ലാം കൃത്യമായി നൽകിയിരുന്നുമുണ്ട്. ഇപ്പോഴാണ് ചെറിയൊരു കാലതാമസം നേരിട്ടത്. പക്ഷെ അതിൽ ആളുകളുടെ പണം തട്ടിയിട്ടില്ല. അവരുടെ ആവശ്യപ്പെടുന്ന ഈ വാഹനമാണ് അവർക്ക് വേണ്ടതെങ്കിൽ അത് ഉടനെ തന്നെ വാങ്ങി നൽകും, പണമാണ് വേണ്ടതെങ്കിൽ അത് തിരിച്ചു നൽകാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന മറുപടിയാണ് അവർ തരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അതിൽ ഇത്രയും കാലതാമസം ഉണ്ടായത്? ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ആളുകൾ എന്തുകൊണ്ട് വീണ്ടും ഓഫീസിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഒരുക്കി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആ ഓഫീസിൽ നിന്ന് മറുപടി നൽകിയിട്ടില്ല. എൻ രാധാകൃഷ്ണൻ തന്നെ മറുപടി നൽകുമെന്നാണ് തീർച്ചയായും നവമി തുടരുക. ഇപ്പോൾ കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. നവമിയിലേക്ക് ഞാൻ എത്താൻ